ജീവിക്കാനിപ്പോൾ ഒരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക, കൊല്ലാതിരിക്കാൻ പറ്റുമോ? ചിത്രം സിനിമയിലെ വിഷ്ണുവിൻ്റെ ഈ ചോദ്യം കേട്ട് കണ്ണു നനയാത്ത മലയാളികൾ ഉണ്ടാകില്ല. മുഴുനീള ചിരിയും തമാശകളും നിറഞ്ഞ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എവിടെ നിന്നോ ഒരു വേദനയുടെ കാറ്റ് വീശി തുടങ്ങും. ഒടുവിൽ ആ ഹൃദയം തകർക്കുന്ന ഒരു ക്ലൈമാക്സിൽ ആ സിനിമ അവസാനിക്കും. നമ്മുടെ പ്രിയദർശൻ ചിത്രങ്ങൾ പലപ്പോഴും നമുക്ക് സമ്മാനിക്കുന്നത് ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ്. ഒരു സാധാരണ പ്രേക്ഷകനെ ചിരിപ്പിച്ചു തുടങ്ങി ഒടുവിൽ ഒരു കണ്ണീർ തുള്ളിയോടെ വിട പറയുന്ന ഈ ശൈലിയാണ് പ്രിയദർശനെ മറ്റ് സംവിധായകരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത്? രാഹുൽ ദ്രാവിഡ് പറഞ്ഞതുപോലെ നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനാവശ്യമായി റണ്ണൌട്ട് ആകുന്നത് എന്ത് കഷ്ടമാണ്. പ്രിയദർശൻ സിനിമകളിലെ ഈ ദുരന്തങ്ങളുടെ മനഃശാസ്ത്രം ഒന്ന് പരിശോധിച്ചാലോ? അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പലതും വലിയൊരു ആഘോഷമായി തുടങ്ങുമെങ്കിലും അവസാനം ഒരു വേദനയുടെ കടലായി മാറുന്നുണ്ട്. ഉദാഹരണത്തിന് ചിത്രം എന്ന സിനിമ തന്നെ എടുക്കാം. മോഹൻലാലും രഞ്ജിനിയും തകർപ്പൻ തമാശകളുമായി നിറഞ്ഞാടിയ ചിത്രമാണത്. പക്ഷേ ക്ലൈമാക്സിൽ നായകൻ പോലീസിന്റെ പിടിയിലാവുകയും അവനെ തൂക്കിലേറ്റുമെന്ന സൂചനയോടെ കഥ അവസാനിക്കുകയും ചെയ്യുന്നു. വിഷ്ണുവും കല്യാണിയും കണ്ട സ്വപ്നങ്ങൾക്കൊപ്പം നമ്മുടെ പ്രേക്ഷകരും നെയ്തെടുത്ത ആ വലിയ കൊട്ടാരം കല്യാണിയിൽ നിന്ന് ജീപ്പ് ഓടി അകലുമ്പോൾ വിഷ്ണു എടുത്ത ഒരു ക്യാമറ ക്ലിക്ക് കൊണ്ട് അദ്ദേഹം തകർത്ത് കളഞ്ഞു. അത്രയും നേരം ചിരിയോടെ ഇരുന്ന പ്രേക്ഷകനെ വലിയൊരു വേദനയോടെയാണ് അദ്ദേഹം തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വിട്ടത്. അതുപോലെ തന്നെയാണ് താളവട്ടവും. മാനസികാരോഗ്യ കേന്ദ്രത്തിലെ വിനോദിന്റെ കുസൃതികൾ കണ്ട് നമ്മൾ ഒരുപാട് ചിരിച്ചു. എന്നാൽ അവസാനം അവനും ഒന്നും അറിയാത്തവനായി മാറുന്നതും ആ പ്രണയകഥയുടെ പ്രതീക്ഷകൾ തകരുന്നതും കണ്ടപ്പോൾ നമ്മുടെ ഉള്ളുലഞ്ഞു. വീണ്ടും നമ്മളെ മോഹിപ്പിച്ച് ഒരു കടന്നുകളയൽ. ഇനി വന്ദനം എന്ന സിനിമയിലായാലും നായകനും നായികയും തമ്മിലുള്ള പ്രണയം അത്രയും രസകരമായി കാണിച്ചിട്ട് ക്ലൈമാക്സിൽ അവർ രണ്ട് വഴിക്കായി പിരിഞ്ഞു പോകുന്നു. ഒരു നിമിഷത്തിൻ്റെ വ്യത്യാസത്തിൽ ആ പ്രണയം നഷ്ടപ്പെടുമ്പോൾ വലിയൊരു ശൂന്യതയാണ് നമുക്ക് തോന്നുന്നത്. വീണ്ടും പ്രതീക്ഷകൾക്ക് പുല്ലുവില നൽകുന്നു. മിന്നാരത്തിൻ്റെ കാര്യം പിന്നെ പറയുകയും വേണ്ട. കരയിപ്പിക്കാൻ വേണ്ടി മാത്രം എടുത്തു വെച്ച ഒരു ചിത്രം, അങ്ങനെ പറയാൻ പറ്റൂ. ഇതിന് വിപരീതമായി ചില ചിത്രങ്ങൾ സുഖാന്ത്യത്തോടെ അവസാനിക്കുമെങ്കിലും പ്രിയദർശന്റെ ഭൂരിഭാഗം വർക്കുകളിലും ഈ ബിറ്റർ സ്വീറ്റ് ടച്ച് കാണാം. എന്തുകൊണ്ടാണ് പ്രിയദർശൻ ഇത്തരം രീതികൾ സ്വീകരിക്കുന്നത്? ഇതിനു പിന്നിൽ അദ്ദേഹത്തിന്റെ സിനിമയോടുള്ള കാഴ്ചപ്പാടും മനുഷ്യ മനസ്സിന്റെ പ്രത്യേകതയും ഒരുപോലെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു സിനിമയുടെ അവസാനം എന്താണോ അതാണ് പ്രേക്ഷകരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ കാലം നിൽക്കുന്നത്. സന്തോഷമുള്ള അന്ത്യങ്ങൾ പെട്ടെന്ന് മറന്നുപോയേക്കാം. എന്നാൽ ദുരന്തങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കുകയും ആ സിനിമയെ നമ്മുടെ ഓർമ്മയിൽ തളച്ചിടുകയും ചെയ്യും. സൈക്കോളജി പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ദുരന്തങ്ങൾ പ്രേക്ഷകരെ അവരുടെ സ്വന്തം ജീവിതത്തെ താരതമ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്നാണ്. ഉദാഹരണത്തിന്, സിനിമയിൽ വേദന കണ്ടാൽ പ്രേക്ഷകർ തങ്ങളുടെ ജീവിതം അതിലും നല്ലതാണെന്ന് ബോധം വരാം. ഇത് കൃതജ്ഞതയുടെ ഒരു തരംഗം സൃഷ്ടിക്കുന്നു. ജപ്പാനിൽ ഭൂകമ്പം ഉണ്ടായാൽ കൊച്ചിയിൽ ഉണ്ടായില്ലല്ലോ എന്ന ചിന്തയിലാണ് ഞാനും പലപ്പോഴും കുടുങ്ങിപ്പോകാറ്. പ്രിയദർശൻ എപ്പോഴും പറയാറുള്ളത് സിനിമ ജീവിതത്തിന്റെ പ്രതിഫലനമായിരിക്കണമെന്നാണ്. ജീവിതത്തിൽ ചിരിയും കരച്ചിലും ഇടകലർന്നിരിക്കുന്നത് പോലെ തൻ്റെ സിനിമകളും അങ്ങനെയാകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. വെറും തമാശ മാത്രമുള്ള സിനിമകൾ വേഗം ഇല്ലാതാകും. എന്നാൽ ഒരു വേദനയുടെ സ്പർശമാണ് ആ സിനിമയെ കാലാതീതമാക്കുന്നത്. ഇത് നമ്മളെ ആ കഥാപാത്രങ്ങളോട് കൂടുതൽ അടുപ്പിക്കുന്നു. കലയുടെ ലോകത്ത് സങ്കടങ്ങൾക്ക് എപ്പോഴും വലിയ സ്വാധീനമുണ്ട്. ഷേക്സ്പിയർ നാടകങ്ങൾ മുതൽ ഹോളിവുഡ് സിനിമകൾ വരെ ആഴത്തിൽ സ്പർശിച്ചത് അവയിലെ ദുരന്തങ്ങളാണ്. ഈ തന്ത്രം പ്രിയദർശൻ വളരെ ബുദ്ധിപരമായി മലയാള സിനിമയിൽ ഉപയോഗിച്ചു. ഒരുപക്ഷെ വിഷ്ണുവും കല്യാണിയും ഒന്നിച്ചിരുന്നെങ്കിൽ ചിത്രം ഇത്രത്തോളം നമ്മളെ സ്പർശിക്കുമായിരുന്നോ? വിനോദിനൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഡോക്ടർ ഉണ്ണികൃഷ്ണന്റെ ആ സങ്കടം നമ്മൾ ഇന്നും ഓർമ്മിക്കുമായിരുന്നോ? അറിയില്ല. വന്ദനത്തിലെ നായകനും നായികയ്ക്കും ഇന്നത്തെ കാലത്തെ പോലെ ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലും ആ സിനിമയുടെ മനോഹരമായ ക്ലൈമാക്സ് കാരണമാണ്. ഇത്തരം സിനിമകൾ നമ്മളെ പഠിപ്പിക്കുന്നത് സഹാനുഭൂതിയാണ്. സിനിമയിലെ സങ്കല്പ കഥാപാത്രങ്ങളോട് പോലും കരുണ കാണിക്കാൻ കഴിയുന്ന മനുഷ്യൻ ഈ ലോകത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കുമെന്ന് ഉറപ്പാണ്. സത്യത്തിൽ ജീവിതത്തിൽ എത്ര സന്തോഷങ്ങൾ ഉണ്ടായാലും നമ്മൾ എപ്പോഴും ഉള്ളിൽ കൊണ്ടു നടക്കുന്നത് നമ്മുടെ വേദനകളെയാണ്. നമ്മുടെ ആ ഒരു വികാരത്തെ പ്രിയദർശൻ തൻ്റെ സിനിമകളിൽ സമർത്ഥമായി ഉപയോഗിച്ചു. അത്രമാത്രം. സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ?
എങ്കിൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും സിനിമ റിലേറ്റഡ് ഗെയിംസും അതിൽ നിന്ന് റിവാർഡ്സും സ്വന്തമാക്കാൻ ഉടൻ തന്നെ ഫാൻ ബെല്ല ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.